ഫർള് നിസ്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ സുന്നത്ത് നിസ്കാരത്തിനും ഇല്ലേ? ഫർള് നിസ്കാരത്തിന് 14 ഫർളാണുള്ളത്. സുന്നത്ത് നിസ്കാരത്തിന് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, അത് വേണമെങ്കിൽ അവർക്ക് ഇരിക്കാം. ബാക്കിയുള്ളതൊക്കെ അവിടെയും ബാധകം. ഫർള് നിസ്കാരത്തിനുള്ള ഷർത്തുകളൊക്കെ സുന്നത്ത് നിസ്കാരത്തിന്റെയും ഷർത്തുകളാണ്. ഫർള് നിസ്കാരത്തിനുള്ള സുന്നത്തുകളൊക്കെ സുന്നത്ത് നിസ്കാരത്തിന്റെയും സുന്നത്തുകളാണ് എന്നിങ്ങനെ ഉസ്താദുമാര് ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് ഒരു ചർച്ച വന്നു, തറാവീഹിൽ വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് ഓതണോ ഓതണ്ടേ എന്നുള്ള ചർച്ചയാണ്. അഊദ് ഓതണം. അഊദ് ഓതൽ എല്ലാ റക്അത്തിലും ഫാത്തിഹന്റെ മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ അത് ശക്തമായ സുന്നത്താണ്. ഉപേക്ഷിക്കൽ ഒന്നാമത്തെ റക്അത്തിൽ അഊദ് ഒഴിവാക്കൽ കറാഹത്തുമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ തറാവീഹ് 2 റക്അത്താണല്ലോ. രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കും. ചില ആളുകളൊക്കെ അവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. ഇഫ്തിറാഷിന്റെ ഇരുത്തെന്ന് നമ്മൾ ഇടയിൽ ഇരുത്തൊക്കെ ഇരിക്കുന്ന ഒരു രൂപം, അതല്ല അവിടെ ഇരിക്കേണ്ടത്. നമ്മൾ ഫർള് നിസ്കരിക്കുമ്പോഴൊക്കെ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഒരു രൂപമുണ്ട്, അതിനെന്താ പറയുക, തവറുക്കിന്റെ ഇരുത്തം. ആ ഇരുത്തമാണ് തറാവീഹിലും ഇരിക്കേണ്ടത്. കാരണം തറാവീഹ് 2 റക്അത്താണല്ലോ. അതിലുള്ളതായ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്താണ്. അതുകൊണ്ട് അവിടെയും തവറുക്കിന്റെ ഇരുത്തായിരിക്കേണ്ടത്. അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് ചില ആളുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെ സലാം വീട്ടും. അത് പറ്റൂല. അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം, കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അവസാനമുള്ളൊരു ദുആയുണ്ട്, ആ ദുആയും നമ്മൾ പതിവാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറാനുള്ള ഒരു മരുന്നാണ് സജ്ജനങ്ങളുടെ കൂടിരിക്കൽ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളിങ്ങനെ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നല്ല സ്വാലിഹ്യങ്ങളായ അല്ലെങ്കിൽ നല്ല ഉസ്താദുമാരായ കുറച്ച് ആളുകളുണ്ട് ഒരുത്തിയിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവരോട് സലാം പറഞ്ഞു നമ്മളും ആ സദസ്സിലേക്ക് കയറിയിരുന്നു എന്നല്ലാതെ നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല. ഓല് പറയുന്നൊക്കെ അങ്ങനെ കേട്ടിരിക്കുക. ഒരു റമദാനൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഒരു റമദാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ 4 ഉസ്താദുമാരുണ്ട് അല്ലെങ്കിൽ 5 ഉസ്താദുമാരുണ്ട്. അവര് വലിയ ചർച്ചയാ. എന്താണ് ചർച്ച? നമ്മൾ ചർച്ച ചെയ്യാൻ അർഹരൊന്നുമല്ല, നമ്മളവിടെ കേട്ട് കുത്തിരിക്കുക. എന്താണ് അവരുടെ ചർച്ച? അവര് പറയുന്നു, നിസ്കാരം, ഫർള് നിസ്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ സുന്നത്ത് നിസ്കാരത്തിനും ഇല്ലേ? ഫർള് നിസ്കാരത്തിന് 14 ഫർളാണുള്ളത്. സുന്നത്ത് നിസ്കാരത്തിന് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, അത് വേണമെങ്കിൽ അവർക്ക് ഇരിക്കാം. ബാക്കിയുള്ളതൊക്കെ അവിടെയും ബാധകം. ഫർള് നിസ്കാരത്തിനുള്ള ഷർത്തുകളൊക്കെ സുന്നത്ത് നിസ്കാരത്തിന്റെയും ഷർത്തുകളാണ്. ഫർള് നിസ്കാരത്തിനുള്ള സുന്നത്തുകളൊക്കെ സുന്നത്ത് നിസ്കാരത്തിന്റെയും സുന്നത്തുകളാണ് എന്നിങ്ങനെ ഉസ്താദുമാര് ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് ഒരു ചർച്ച വന്നു, തറാവീഹിൽ വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് ഓതണോ ഓതണ്ടേ എന്നുള്ള ചർച്ചയാണ്. അപ്പൊ അവര് പറഞ്ഞു വജ്ജഹ്തു ഓതണം. കാരണം വജ്ജഹ്തു ഓതണ്ടാത്തൊരു നിസ്കാരം ഏത് മാത്രമേ ഉള്ളൂ? മയ്യത്ത് നിസ്കാരം മാത്രമാണ് വജ്ജഹ്തു ഓതൽ സുന്നത്തില്ലാത്തൊരു നിസ്കാരം ഉള്ളത്. മറ്റ് നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ വജ്ജഹ്തു ഓതണമെന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ ഫത്ഹുൽ മുഈനിലൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വജ്ജഹ്തു ഓതുന്നതിനെ കുറിച്ചാ. അപ്പൊ നമ്മൾ തറാവീഹിൽ വജ്ജഹ്തു ഓതാറുണ്ടോ? നമ്മളൊക്കെ ഇപ്പം തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട പാനായിക്കുൾ ഉസ്താദ് വലിയ മഹാനായിരുന്നു. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയൊരു മഹാനാണ്. അവരുടെ ഒക്കെ ബറക്കത്തുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ, നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അവർ വലിയൊരു മഹാനാണ്. അവരുടെ അടുക്കൽ അവസാന കാലമൊക്കെ ആയ സമയത്ത് പലരും പല ദിക്റിനും ഇജാസത്തിന് ചെല്ലും. അപ്പൊ ഒരാള് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. എപ്പോഴാ ചെന്നത്? റമദാനിലാ ചെന്നത്. റമദാനിൽ ചെന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു,
അങ്ങനെ ഞാനിങ്ങനെ ഒരു ഇജാസത്തിന് വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദിനോട്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, തറാവിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ തറാവിസ്കരിച്ച് വരികയാണ്. തറാവിസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതീനോന്ന് ചോദിച്ചു. ഇല്ല, വജ്ജഹത്ത് ഓതിയില്ല എന്ന് പറഞ്ഞു. എന്നാ വജ്ജഹത്ത് ഓതാനുള്ള ഇജാസത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു. എന്നാ വജ്ജഹത്ത് ഓതിയാൽ മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ് ദുആഉൽ ഇഫ്തിതാഹ്. ആ ദുആഉൽ ഇഫ്തിതാഹ് നിങ്ങൾ നിർവഹിക്കണം. അപ്പൊ നമ്മളൊക്കെ തറാവി നിസ്കരിക്കുമ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് നിർവഹിക്കാറുണ്ടോ? തറാവീഹ് 20 റക്അത്താണ്, 10 നിസ്കാരമാണ്. ഓരോ നിസ്കാരവും 2 റക്അത്താകുമ്പോൾ സലാം വീട്ടൽ നിർബന്ധം. നമ്മൾ വിത്ർ നിസ്കരിക്കുമ്പോൾ 11 റക്അത്തും വേണമെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കാം, ഒരു സലാം കൊണ്ട് നിസ്കരിക്കാം. പക്ഷേ തറാവീഹ് 20 റക്അത്താണ്. ആ 20 റക്അത്ത് തന്നെ 10 സലാം കൊണ്ട് ഈ രണ്ട് റക്അത്തുള്ളതായ 10 നിസ്കാരങ്ങളായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഓരോ നിസ്കാരവും സെപ്പറേറ്റ് ആണ്, വെവ്വേറെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ ഒക്കെ തുടക്കത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സഗീർ തന്റെ ഫതുഹുൽ മുഈനിൽ രേഖപ്പെടുത്തുന്നു, സുന്ന വഖീല യജിബു. ഒരു അഭിപ്രായമുണ്ട്, നിർബന്ധമാണ് എന്നും അഭിപ്രായമുണ്ട്. ഏത്? ദുആഉൽ ഇഫ്തിതാഹ്. അപ്പൊ നമ്മള് വജ്ജഹത്ത് ഓതാറുണ്ടോ? നിങ്ങളൊക്കെ ഓതുന്നവരാണ് എങ്കിലും നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അത് നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ് നിർവഹിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള വജ്ജഹത്തു തന്നെ ഓതണമെന്നില്ല. അതാണ് പൂർണ്ണമായ രൂപമെങ്കിലും അതിന്റെ അസ്ല് സുന്നത്ത് ലഭിക്കാൻ, അടിസ്ഥാനപരമായ സുന്നത്ത് ലഭിക്കാൻ നമ്മൾ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് എന്ന ദിക്ർ നമ്മൾ കൊണ്ടുവരിക. അപ്പം തറാവീഹിന് കൈ കെട്ടുമ്പോൾ ഉസല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൈ കെട്ടല്ലോ. ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ആരായാലും കൈ കെട്ടിയതിന് ശേഷം അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ദുആഉൽ ഇഫ്തിതാഹിന്റെ ഒരു അസ്ല് സുന്നത്ത് നമുക്ക് ലഭിക്കും. വജ്ജഹത്തു വജ്ഹിയ എന്നുള്ള ആ ദിക്ർ ചെല്ലുന്ന പൂർണ്ണമായ കൂലിയൊന്നും കിട്ടൂല. എങ്കിലും ഒരു അസ്ല് സുന്നത്ത്, അടിസ്ഥാനപരമായിട്ടുള്ള സുന്നത്ത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആ കാര്യം പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കണം. അത് തറാവീഹിൽ എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ളുഹ നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, റവാത്തിബ് നിസ്കരിക്കുന്നവരാണ്. അതിലൊക്കെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം അഊദ് ഓതണം. അഊദ് ഓതൽ എല്ലാ റക്അത്തിലും ഫാത്തിഹന്റെ മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ അത് ശക്തമായ സുന്നത്താണ്. ഉപേക്ഷിക്കൽ ഒന്നാമത്തെ റക്അത്തിൽ അഊദ് ഒഴിവാക്കൽ കറാഹത്തുമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ച് ഉസ്താദുമാരെ മജ്ലിസാണ് ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട്. ഞാൻ അവിടെ കയറി ഇരുന്ന സമയത്ത് അവരുടെ ചർച്ച ഇതാണ്, വജ്ജഹത്തുവിനെ കുറിച്ചാ, ദുആഉൽ ഇഫ്തിതാഹ് തറാവീഹിൽ വേണോ വേണ്ടേ എന്നതിനെ കുറിച്ചാ. അപ്പൊ ആ മജ്ലിസിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് ഒരു നേട്ടമുണ്ടായി. എന്താണ്? ദുആഉൽ ഇഫ്തിതാഹ് അത് എല്ലാ നിസ്കാരത്തിലും വേണം, മയ്യത്ത് നിസ്കാരമല്ലാത്ത. അപ്പൊ തറാവീഹിൽ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്താണ്, അഊദ് സുന്നത്താണ്. അതേ പ്രകാരം കൂട്ടത്തിൽ ഒന്ന് രണ്ട് മസ്അല കൂടി അതുമായി ബന്ധപ്പെട്ടത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ തറാവീഹ് 2 റക്അത്താണല്ലോ. രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കും. ചില ആളുകളൊക്കെ അവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. ഇഫ്തിറാഷിന്റെ ഇരുത്തെന്ന് നമ്മൾ ഇടയിൽ ഇരുത്തൊക്കെ ഇരിക്കുന്ന ഒരു രൂപം, അതല്ല അവിടെ ഇരിക്കേണ്ടത്. നമ്മൾ ഫർള് നിസ്കരിക്കുമ്പോഴൊക്കെ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഒരു രൂപമുണ്ട്. അതിനെന്താ പറയുക? തവറുക്കിന്റെ ഇരുത്തം. ആ ഇരുത്തമാണ് തറാവീഹിലും ഇരിക്കേണ്ടത്. കാരണം തറാവീഹ് 2 റക്അത്താണല്ലോ. അതിലുള്ളതായ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്താണ്. അതുകൊണ്ട് അവിടെയും തവറുക്കിന്റെ ഇരുത്തായിരിക്കേണ്ടത്. ചിലപ്പം പുരുഷന്മാരായ ആളുകളാവട്ടെ സ്ത്രീകളാവട്ടെ വീട്ടിൽ വെച്ചൊക്കെ നിസ്കരിക്കുമ്പോൾ വേഗം എഴുന്നേൽക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി പലരും ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കാറുണ്ട്. അതല്ല അവിടെ ഇരിക്കേണ്ടത് തവറുക്കിന്റെ ഇരുത്തമാണ്. അതേ പ്രകാരം അത്തഹിയാത്ത് ഓതുമ്പോൾ, അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് ചില ആളുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അങ്ങനെ സലാം വീട്ടും. അത് പറ്റൂല. അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം, കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം. വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പിന്നെ അവസാനമുള്ളൊരു ദുആയുണ്ട്, ആ ദുആയും നമ്മൾ പതിവാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ദുആ നമ്മൾ പതിവാക്കണം, അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളെ എങ്ങോട്ടോ നടന്നു പോകുന്ന സമയത്താണ് 4-5 ഉസ്താദുമാരിങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുന്നു, അവർ ചർച്ച ചെയ്യുന്നു, അവരുടെ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുന്നു. പങ്കെടുത്ത കാരണമായി നമ്മുടെ അമല് നന്നാക്കാൻ നമുക്ക് കഴിയുന്നു. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വമുജാലസാതു സ്വാലിഹീന ലഫുല്ലലാ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാ. നേരെ മറിച്ച് ഇപ്പൊ ഓണ പോക്കില് നമ്മൾ കയറിയിരുന്നു. എവിടെ കുറെ ആളുകളുണ്ട്, ഗീബത്തും നമീമത്തും പറയുന്നു, ഫിത്നയും ഫസാദും പറയുന്നു. അങ്ങനത്തെ ഒരു സദസ്സിലേക്കാണ് നമ്മൾ കയറിയിരുന്നത് എങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ആരെക്കുറിച്ചും ഒന്നും നമ്മൾ പറയുന്നില്ല. എന്നാലും നമ്മൾ കുറ്റത്തിൽ പങ്കാളികളാവുകയാണ്. കാരണം അവിടെയുള്ള കുറ്റം, അതായത് ഗീബത്ത് പറയുന്നു, അത് കേട്ട് സഹകരിച്ചു കൊടുക്കുന്നു, അതിന് ചിരിച്ച് സഹകരിച്ചു കൊടുക്കുന്നു. ഇതും വലിയ കുറ്റമാണ്. അതുകൊണ്ട് നമ്മൾ നല്ലവരുടെ മജ്ലിസ്, വമുജാലസാതു സ്വാലിഹീൻ, സാലിഹീങ്ങളുടെ മജ്ലിസ്, ആ മജ്ലിസിൽ നമ്മൾ ഇരുന്നാൽ നമ്മുടെ ദുനിയാവും രക്ഷപ്പെടും, നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. ഇരുലോക വിജയികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.